ഹരേ കൃഷ്ണ. മാധവൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു നേർച്ച പോലും ഈ ഭൂമിയിൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ഭഗവാൻ അത് കൃത്യമായി അറിയുന്നുണ്ട്. ഒരു പെൺകുട്ടി ഗർഭകാലത്ത് ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിലൂടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയ ഒരു അനുഭവം പറഞ്ഞു തരട്ടെ. 7 വർഷം മുന്നെയാണ്. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്ന സമയത്ത് അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ഭഗവാനോട്. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കാമെന്ന്. എന്നാൽ ഈ നേർച്ച ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല, അവളുടെ മനസ്സിൽ മാത്രം വെച്ചു. കുഞ്ഞ് ജനിച്ച് 6 മാസം പ്രായമായപ്പോൾ ചോറൂണിൻ്റെ സമയത്ത് വീട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് കുഞ്ഞിൻ്റെ ചോറൂണിനായിട്ട് അവരുടെ വീടിനടുത്തായുള്ള മലബാറിലെ അതീവ പ്രശസ്തമായ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം അവിടെ ഒരു സംഭവം നടന്നു. അതുവരെ വീടിനുള്ളിൽ അതീവ സന്തോഷത്തോടെ കൈകാലുകളിട്ടടിച്ച് കളിച്ചിരികളോടെ ഇരുന്ന ആ 6 മാസം പ്രായമുള്ള ആ മകന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നല്ല പനി വന്നു. എല്ലാവരും പേടിച്ചു പോയി. പെട്ടെന്ന് എന്താ കുഞ്ഞിന് പനി വരാൻ കാരണം? ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. എല്ലാവരും വിഷമിച്ചു. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കി. അപ്പോൾ അവിടെയുള്ള ഒരു മുതിർന്ന അമ്മമ്മ പറഞ്ഞു, കുഞ്ഞിന് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചോറൂണ് നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ഓർമ്മിച്ച് നോക്കിയെന്ന്. അപ്പോഴാണ് ആ പെൺകുട്ടി അവിടെ എല്ലാവരോടും പറയുന്നത്, അവൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോറൂണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്നാൽ കുഞ്ഞിനെ ചോറൂണിൻ്റെ പൈസ ഒഴിഞ്ഞിട്ട് വെക്കാൻ. ഒട്ടും വൈകിക്കാതെ ആ പെൺകുട്ടി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു 10 രൂപ എടുത്തിട്ട് ഉഴിഞ്ഞു വെച്ചു. എന്നിട്ട് മനസ്സുകൊണ്ട് ഗുരുവായൂരിൽ നിന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ മകൻ്റെ ചോറൂണ് നിൻ്റെ തിരുനടയിൽ ഞാൻ മനസ്സുകൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞു എന്ന്. എന്നിട്ട് ആ പൈസ ഒഴിഞ്ഞു വെച്ചു. പിന്നീടാണ് അവിടെ അത്ഭുതം നടന്നത്. ആ 10 രൂപ ഒഴിഞ്ഞു വെച്ച് ചോറൂണ് സങ്കല്പിച്ച ആ കറക്റ്റ് ടൈം മകൻ്റെ ശരീരം മുഴുവൻ വേർത്തൊലിച്ചു. പനി പോയി. കുറച്ച് സമയം ടെൻഷൻ അടുപ്പിച്ചു കണ്ണ്. കുഞ്ഞ് വീണ്ടും പഴയതുപോലെ തന്നെ കളിച്ചിരികളിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷമാണ് അവരെല്ലാവരും പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പോയതും പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ആ നേർച്ച ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയും അവിടുന്ന് ചോറൂണ് നൽകുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂണ് ആദ്യം നൽകണമെന്ന്. എന്നാൽ ഭഗവാൻ ആ ചോറൂണ് നേർച്ച അവളുടെ സങ്കല്പത്തിലൂടെ ആദ്യം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഭക്തിയോടെ എന്ത് സങ്കല്പിച്ചാലും ആ പൊന്നുണ്ണിക്കണ്ണൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.